see Jews living in all Muslim countries. Morocco, Tunisia, Algeria. Take Iran. Iran is the greatest enemy of Israel. In Iran, they're leaving 35,000 Jews. They don't know what anti-Semitism is. They never experienced that. They have a golden life there. In my area, we're living together with the Muslim neighbors. Such a good relationship. All our cabs, the minicab drivers, are Muslims. We're sending the small children of 2-3 years to the playgroups with the Muslim drivers. I never had any problem. All of this proves this is not a problem of the religion. The problem is the occupation. The problem is the genocide. And that should end. And it will end. യഹൂദന്മാരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ മുസ്ലിങ്ങളാണ്. 2000 യഹൂദന്മാരെ കൊന്നത് മുഴുവൻ ക്രിസ്ത്യാനിയാണ്. ഫെർണാണ്ടോ ഡിസവല്ല 2 ലക്ഷം യഹൂദന്മാരെ കൊന്നു. നെപ്പോളിയൻ്റെ കാലത്ത് 4 ലക്ഷം പേരെ കൊന്നു. ഹിറ്റ്ലറുടെ കാലത്ത് 60 ലക്ഷം യഹൂദന്മാരെ കൊന്നു. 2000 കൊല്ലം ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് തൂക്കിയത് യഹൂദന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാരെ കൊല ചെയ്തുകൊണ്ടേയിരുന്നു. ഏറ്റവും കൂടുതൽ ജൂസിനെ കൊന്നത് ക്രിസ്ത്യാനികൾ. 1.5 കോടി യഹൂദന്മാരെ കൊന്നത് ക്രിസ്ത്യാനികൾ. ഹോളോകോസ്റ്റ് ആണ് സാറി പറയുന്നത്. ഹോളോകോസ്റ്റിൽ 60 ലക്ഷം. ഹിറ്റ്ലർ കത്തോലിക്കനായിരുന്നു. നെപ്പോളിയൻ കത്തോലിക്കനായിരുന്നു. ഫെർണാണ്ടോ ഡിസവല്ല കത്തോലിക്കനായിരുന്നു. അവർ 3 കൂടെ മാത്രം കൊന്നൊടുക്കിയിട്ടുള്ളത് 1 കോടിയുടെ അടുത്താണ്. അമേരിക്കക്കാർ വന്ന് ഇറാഖിൽ ബോംബിട്ട് 10 ലക്ഷം പേരെ കൊന്നു. അത് പീസ് കീപ്പിംഗ്. ഇറാഖികൾ അവരുടെ മണ്ണിന് വേണ്ടി തിരിച്ചൊരു ബോംബ് പൊട്ടിച്ചാൽ അത് ടെററിസം. അഫ്ഗാനിസ്ഥാനിൽ ക്രിസ്ത്യാനികൾ ചെന്ന് അവിടെ ഒരു 25 ലക്ഷം പേരെ കൊന്നു. 1 അഫ്ഗാൻ സ്ത്രീ വിധവ സ്ത്രീയാണ്, ഭർത്താവ് കൊല്ലപ്പെട്ടാണ്. അത് നേഷൻ ബിൽഡിംഗ്. അഫ്ഗാനികൾ അവരുടെ മണ്ണിന് വേണ്ടി തിരിച്ച് ബോംബ് പൊട്ടിച്ചാൽ ടെററിസം. ഹിരോഷിമയിലും നാഗാസാക്കിലും ക്രിസ്ത്യാനി ബോംബിട്ട് 2 ലക്ഷം പേരെ ബന്ധം കരിച്ച്. അപ്പോൾ ഹിരോഷിമയിൽ ബോംബിട്ടത് ക്രിസ്ത്യാനിയല്ല, അമേരിക്കക്കാരൻ. ഏതാ? അപ്പോൾ രാജ്യത്തിൻ്റെ പേര് പറയും. ക്രിസ്ത്യാനി ബോംബിട്ടത് ക്രിസ്ത്യാനി എന്ന് പറയത്തില്ല. ഇവിടെയാണ് ഈ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്. ഈ പ്രൊപ്പഗണ്ട വെച്ചിട്ടാണ് ജനത്തെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഐഎസിനെ സൃഷ്ടിച്ചത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദും അമേരിക്കൻ ഏജൻസിയായ സിഐഎയും ചേർന്നാണെന്ന് വെളിപ്പെടുത്തൽ. നിർണായകമായ പല രഹസ്യങ്ങളും പുറത്തുവിട്ട അമേരിക്കൻ ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി മാറിയ മുൻ യുഎസ് ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എഡ്വേർഡ് സ്നോഡനാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവിട്ടത്. ഐഎസ് നേതാവ് അബൂബക്കർ അൽ ബഗ്ദാദിക്ക് മൊസാദ് 1 വർഷത്തോളം സൈനിക പരിശീലനം നൽകിയെന്നും സ്നോഡൻ വെളിപ്പെടുത്തി. കടന്നൽക്കൂട് എന്ന് വിളിപ്പേരിട്ട രഹസ്യ പദ്ധതി വഴി അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെട്ട 3 രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഐഎസിന് രൂപം നൽകിയതെന്നാണ് എഡ്വേർഡ് സ്നോഡന്റെ വെളിപ്പെടുത്തൽ. ദേശീയ സുരക്ഷാ ഏജൻസിയുടെ രേഖകൾ ഉദ്ധരിച്ചാണ് സ്നോഡൻ വിവരങ്ങൾ പുറത്തുവിട്ടത്. സയനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ നിലനിൽപ്പിനായി അപരനെ അഥവാ ശത്രുവിനെ സൃഷ്ടിക്കുകയെന്ന തന്ത്രമാണ് ഇതിന് പിന്നിലെന്നും സ്നോഡൻ പറയുന്നു. ഇസ്ലാമിക ഭീകരതയെ ഉയർത്തിക്കാട്ടി ഇസ്രായേലിന്റെ നിലനിൽപ്പും അസ്തിത്വവും ഉറപ്പിക്കുന്നതിനായി അതിർത്തിക്കപ്പുറം ശത്രുവെന്ന പ്രതീതി സൃഷ്ടിക്കുന്ന ഭരണകൂട ഭീകരബുദ്ധിയാണ് ഐഎസ്ഐഎസിന്റെ സൃഷ്ടിക്ക് പിന്നിലെന്ന് സ്നോഡൻ പറയുന്നു. ഐഎസ്ഐഎസ് തലവനും സ്വയം പ്രഖ്യാപിത ഖലീഫയുമായ അബൂബക്കർ അൽ ബഗ്ദാദി 1 വർഷത്തോളം മൊസാദിന്റെ സൈനിക പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും സ്നോഡൻ വെളിപ്പെടുത്തുന്നു. അബൂബക്കർ അൽ ബഗ്ദാദിക്ക് സിഐഎയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പശ്ചിമേഷ്യൻ രാഷ്ട്രീയകാര്യ വിദഗ്ധൻ മാറ്റസോ വ്യക്തമാക്കി. 2004-2009 കാലത്തെ ജയിൽവാസത്തിനിടയിലാണ് ബാഗ്ദാദി സിഐഎയുമായി അടുത്ത ബന്ധം പുലർത്തിയതെന്നും മാറ്റസോ പറയുന്നു. ഭീകരാക്രമണങ്ങൾ പ്രതിരോധിക്കാൻ എന്ന പേരിൽ താലിബാനും അൽ ഖയ്ദയ്ക്കുമെതിരെ ആളില്ലാ വിമാനാക്രമണം സംഘടിപ്പിക്കുന്ന അമേരിക്ക ഐഎസ്ഐഎസിന് നേരെ അത്തരം ഇടപെടൽ നടത്താത്തത് ഈ രഹസ്യ ബാന്ധവം കൊണ്ടാണെന്നും മാറ്റസോ പറഞ്ഞു. എഡ്വേർഡ് സ്നോഡന്റെ വെളിപ്പെടുത്തലുകളെ സാധൂകരിക്കുന്നതാണ് മാറ്റസോവിന്റെ നിരീക്ഷണങ്ങൾ. 2006 അമേരിക്കൻ ഇറാഖ് അധിനിവേശ കാലത്ത് ആരംഭിച്ച ഒരു ഗ്രൂപ്പാണ് പിന്നീട് ഐഎസ്ഐഎസായും ISIL-ആയും പടർന്നു പന്തലിച്ചത്. Political desk. I'm not washing my hands of what happened in the past. You killed a million people in Iraq. That is a separate... You killed 1 million people in Iraq. It's incredible that you have the brass neck to be sitting here now urging another Iraq. I want to tell you, they lied. Okay. They said there were weapons of mass destruction. There were none, and they knew there were none. You sent me to Iraq. You sent me to Iraq in 2003. You lied. You lied. Welcome to a team. 1 million Iraqis are dead because you lied. My friends are dead because you lied. That's okay. Here's the thing in America. The good news is, in other countries, the guy would end up in jail for yelling at a president. Here he's allowed to express himself, and I want to apologize for... തൊട്ടുകൂടായ്മ, അയിത്തം, അസ്പൃശ്യതയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തേക്കാണ് ഇസ്ലാം കടന്നു വന്നത്. ആരും തൊടാത്തവരെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ഒരു പുതിയ സംസ്കാരം ഇസ്ലാം ഇവിടെ ഉണ്ടാക്കിക്കൊടുത്തു. സഹിക്കുമോ ആഗോള ക്യാപിറ്റലിസത്തിന്? സഹിക്കുമോ ജാതീയതയ്ക്ക്? സഹിക്കുമോ സവർണദേശീയതയ്ക്ക്? ഫാഷിസത്തിന്? മാർക്ക് കൂറിലോസ് ഇതിനിടപെട്ട് സംസാരിക്കാൻ വേണ്ടി കൈ ഉയർത്തിയതാണോ? ഞാൻ അങ്ങനെ കണ്ടിരുന്നു. അതെ, പറഞ്ഞോളൂ. എന്തുകൊണ്ട് മതം ഇവിടെ ഒരു പ്രശ്നമായി എന്നുള്ള ചോദ്യത്തിന്
നമ്മൾ ഉത്തരം തേടുമ്പോൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ലിത്. ഇതിനൊരു ആഗോള പരിസരമുണ്ട്, നമ്മൾ വിസ്മരിക്കരുത്. ആഗോളതലത്തിൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു അജണ്ട കൂടെയാണ് ഇന്ത്യയിൽ ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സാമ്രാജ്യത്വം എന്നും നിലനിന്നത് ഒരു ശത്രുവിനെ എതിർപക്ഷത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ്. കോൾഡ് വാറിന്റെ സമയത്ത് കമ്മ്യൂണിസം ആയിരുന്നു ആ ശത്രു, സാമ്രാജ്യത്വ മൂലധന ശക്തികൾ. കമ്മ്യൂണിസത്തെ ആഗോളതലത്തിൽ ഒതുക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് അവർക്കൊരു പുതിയ ശത്രുവിനെ സൃഷ്ടിക്കേണ്ടി വന്നു. ഈ കാലത്ത് ട്രംപിന്റെയൊക്കെ നേതൃത്വത്തിൽ ആഗോള സാമ്രാജ്യത്വ ശക്തികൾ കമ്മ്യൂണിസത്തിന് പകരം ഒരു പുതിയ ശത്രുവിനെ സൃഷ്ടിച്ചെടുത്തതിന്റെ പേരാണ് ഇസ്ലാം. അതിന് അവർ തന്നെ ആദ്യം അൽഖൈദയും ഐസിസും ഒക്കെ ഉണ്ടാക്കി ഇസ്ലാമിനെ ഒരു തീവ്രവാദ പ്രസ്ഥാനമായിട്ട് അവതരിപ്പിച്ചു. അങ്ങനെ ഒരു ഇസ്ലാമോഫോബിയ എന്നൊരു പ്രത്യയശാസ്ത്രം തന്നെ ഇന്ന് ആഗോളതലത്തിൽ വളരെ പ്രകടമാണ്. അത് സാമ്രാജ്യത്വത്തിന്റെ ഒരു പദ്ധതിയാണ്. അതിന്റെ ഒരു നടപ്പാക്കൽ കൂടെയാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. അതെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിന്റെയും ശാന്തിയുടെയും സമഭാവനയുടെയും കാരുണ്യത്തിന്റെയും ഒക്കെ മതമായ ഇസ്ലാമിനെ ഒരു വില്ലനായിട്ട് ചിത്രീകരിച്ച് സർവ്വ തീവ്രവാദവും ഇസ്ലാമാണെന്നുള്ള ഒരു വ്യാജ പ്രചരണം നടത്തി ഇസ്ലാമിനെ പുറത്താക്കുക, നിഗ്രഹിക്കുക, ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു അജണ്ട സാമ്രാജ്യത്വത്തിൻ്റെതാണ്. അതും കൂടെ നമ്മൾ കണ്ട് പോകണം ഈ ചർച്ചയിൽ. ആ ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെ അപരനായിട്ട്, ദി അതറായിട്ട്, ശത്രുവായിട്ട്, നിഗ്രഹിക്കേണ്ട ശത്രുവായിട്ട് കാണുന്ന ഒരു ആഗോള അജണ്ടയുടെ ഭാഗം കൂടിയായിട്ടാണ് നമ്മൾ ഈ പ്രശ്നത്തെ വിലയിരുത്തേണ്ടതെന്ന് നമ്മൾ മറന്നുപോകും. Get down.